പ്രമുഖ നടനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ട് മുൻ ഭാര്യ എലിസബത്ത് രംഗത്ത് എത്തിയത്. ക്രൂരമായിട്ടുള്ള മാനസിക ശാരീരിക പീഡനം അനുഭവിച്ചതുകൊണ്ടാണ് ഈ ഒരു നടനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത് എന്നാണ് എലിസബത്ത് പറഞ്ഞത്. തന്നോട് ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, പലരോടുമായി ഈ ഒരു നടൻ ചെയ്തിട്ടുള്ള ക്രൂരതകൾ എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു. ബന്ധം വേർപെടുത്തിയതിനു ശേഷം ഡിപ്രഷൻ അനുഭവിക്കുകയായിരുന്നു എന്നും ഈ ഒരു നടന്റെ നിരന്തരമായ ഭീഷണികൾ ഉണ്ട് എന്നാണ് എലിസബത്ത് പറഞ്ഞത്. ഈ ഒരു നടനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എലിസബത്തിന്റെ ജീവന് അപകടത്തിലാണ് എന്നുള്ള കാര്യം എലിസബത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് താൻ വീഡിയോകൾ പങ്കുവെക്കാതിരുന്നാൽ എല്ലാവരും തന്നെ കുറിച്ച് അന്വേഷിക്കണമെന്നും എലിസബത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർച്ച് 24-നാണ് ഈ ഒരു നടനുമായി ബന്ധപ്പെട്ട വീഡിയോ പങ്കുവച്ചതിന് ശേഷം എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നതും. അതുകൊണ്ട് തന്നെ സ്ഥിരം പ്രേക്ഷകരും എലിസബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നുള്ള ആശങ്കയിലായിരുന്നു. എന്നാൽ ആരും ആശങ്കപ്പെടേണ്ടയില്ല എന്നും താൻ സേഫ് ആണെന്നും അറിയിച്ച് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് ഉദയൻ. മുഖത്തെ നിറചിരിയുമായി ഊർജ്ജസ്വലയായാണ് എലിസബത്ത് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ കുറച്ചു നാളുകളിലായി വിവാദങ്ങളും ഡിപ്രഷനും എല്ലാം മൂലം ജീവിതം ദുസ്സഹമായിരുന്നതുകൊണ്ട് വീഡിയോയിൽ എലിസബത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. സന്തോഷവതിയായ എലിസബത്തിനെ കാണാൻ കഴിഞ്ഞ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ പ്രേക്ഷകരും. താൻ നേരിട്ട ക്രൂരതകൾക്ക് പകരം ചോദിക്കാൻ എലിസബത്ത് നിയമ വഴിയെ നീങ്ങുകയാണ് എന്നാണ് പുതിയ വീഡിയോയിൽ നിന്നും എലിസബത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കുറെ ദിവസമായി താൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഹാപ്പിയാണോ സേഫ് ആണോ എന്ന് ചോദിച്ച് കുറെ മെസ്സേജുകളും കമന്റുകളും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം വീഡിയോ ഇല്ലെങ്കിൽ അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചില കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇടാൻ സാധിക്കാതിരുന്നത്. സീരിയസ്ലി എന്റെ കാര്യത്തിൽ കൺസേൺ ആയതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും അന്വേഷിച്ചു കൊണ്ടിരുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള സ്റ്റെപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കുറെ നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്കൊന്നും അധികം പറയാൻ പറ്റില്ല. എല്ലാം നല്ലതായി നടക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. കുറെ പേർ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുമുണ്ട്. മെസ്സേജുകളെല്ലാം കാണുന്നുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകൾ ചിലതുണ്ടായിരുന്നത് കൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. വീഡിയോ ഇടാത്തതിൽ കുറ്റബോധമുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് എലിസബത്ത് പറഞ്ഞത്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായുടെ യഥാർത്ഥ രൂപം എല്ലാവരുടെയും മുന്നിൽ വളരെ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു വീഴട്ടെ എന്നും തക്കതായ ശിക്ഷ ലഭിക്കട്ടെ എന്നും എലിസബത്തിന് നീതി ലഭിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നാണ് വീഡിയോ വൈറലായതോടെ ഒരാൾ കമന്റ് ചെയ്തത്. എലിസബത്തിനെ കണ്ടപ്പോൾ ആശ്വാസമായി. ധൈര്യത്തോടെ മുന്നോട്ട് പോകൂ. കുറെ ദിവസത്തിന് ശേഷം എലിസബത്തിന്റെ വോയിസ് കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എല്ലാം നന്നായി വരട്ടെ എന്നായിരുന്നു മറ്റൊരാൾ കമന്റ് ചെയ്തത്. സന്തോഷമായി. മോളെ കണ്ടപ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ട്. മിടുക്കിയായി ഇരിക്കൂ. ഞങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും എന്നും കൂടി ഉണ്ടാകും എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ ഏറെയും വന്നത്. നടനെതിരെ എലിസബത്ത് ഉന്നയിച്ചത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയായിരുന്നു. എന്നിട്ടും നിയമത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നും മാത്രവുമല്ല, ഈ ഒരു നടൻ എലിസബത്തിനെതിരെ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിരുന്നു.